പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വൻപയറും ചരങ്ങയും കൊണ്ട് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു കപ്പോളം വൻപയർ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വൻപയർ വെന്ത് കിട്ടാനായിട്ട് വൻപയറിനേക്കാളും കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് കുക്കർ മൂടി വെച്ച് നമുക്കിതൊരു 3 വിസിലൊന്ന് വേവിച്ചെടുക്കാം. വൻപയർ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിരങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചിരങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ചിരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിരങ്ങ രണ്ടായി കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു പകുതി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ചിരങ്ങ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ വൻപയറൊക്കെ ഒരു 3 വിസിലടിച്ചപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ എയറൊക്കെ നല്ലപോലെ പോയതിന് ശേഷമാണ് ഇട്ട് തുറന്ന് നോക്കുന്നത്. നമ്മുടെ വൻപയറൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിരങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ചിരങ്ങ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഒരു 2 വിസിലൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ നമുക്കിതിലേക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു 2 കൈപ്പിടിയോളം തേങ്ങ മാത്രമേ ആവശ്യമുള്ളൂ. തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അരയാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ 2 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചിരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൻപയറൊക്കെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചിരങ്ങയും വൻപയറൊക്കെ ഒരു തവി വെച്ച് ഒന്നങ്ങ് ഉടച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകണ്ട, ചെറുതായിട്ട് മാത്രം ഒന്ന് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 5-6 അല്ലി ചെറിയുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി കൂടെ തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഒരു ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ള മുളക് കുറച്ച് പഴുത്ത് പോയിട്ടുണ്ട്, ഞാനിപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളകൊക്കെ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. മസാലയായിട്ട് ഒരു സാമ്പാർ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, വേറൊരു മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള മസാലകളൊന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സാമ്പാർ പൊടി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
തേങ്ങ ഇതിലിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള വൻപയറും ചിരങ്ങയും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാടങ്ങ് വെട്ടി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊക്കെ ഓരോ തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ.